ഗ്രീൻ മൗണ്ട് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാസൽ ഖൈമ റാക്ക് മാളിൽ മെയ് 16-17 തീയതികളിലായിട്ട് അൺലിമിറ്റഡ് ഫുഡ് കാർണിവൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത്. ഞങ്ങളാരും ഫുഡിയൊന്നുമല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടിയും ചട്ടിയെല്ലാം എടുത്തിട്ട് പോകുന്ന ടിപ്പിക്കൽ മലയാളികളിൽ നമ്മളും പെടുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് 5 മണി ആയപ്പോഴത്തേന് റാക്ക് മാളിലെത്തി. കാരണം അത്യാവശ്യം കൂടുതൽ ആൾക്കാരും ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. 19 ദിർഹംസാണ് ഇവർ ഈ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. അതൊരു കുഴപ്പമില്ലാത്ത എമൗണ്ട് ആയിട്ട് തോന്നി. കാരണം റാക്ക് മാളിനകത്ത് ഫുഡ് കോർട്ടിനകത്ത് ഒരു 5-6 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇൻലേ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, പിന്നെ ബിഗ് ബൈറ്റ്സ്, ജബ്ബാർ ബൈ ബിരിയാണി, ലുലു, അങ്ങനെ 5-6 റെസ്റ്റോറൻറ്റുകൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി അവർ സംഘടിപ്പിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോയേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഇനാഗുറേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ബൊഫയൊക്കെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആൾക്കാർ അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ മുന്നേ ടിക്കറ്റ് എടുത്ത ആൾക്കാർ അവിടെ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇനാഗ്രേഷൻ വരുന്നത് 7 മണിക്കാണല്ലോ. അപ്പോൾ ഞങ്ങളെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു. 6 മണി അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പൈസ കൊടുത്തിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതുപോലെ കാറിൻ്റെ പരിപാടി, പിന്നെ ഫേസ് പെയിൻറ്റിങ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3-4 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഉള്ളൊരു കുട്ടി സായിയാണ്. പിന്നെ 2 ചെറിയ കുട്ടികളുള്ളത്. അപ്പോൾ സായിക്ക് എന്തെങ്കിലും എൻജോയ്മെൻറ്റ് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ സായിനെയും കൊണ്ട് അവിടെ ഫേസ് പെയിൻറ്റിങ് പരിപാടി ഫ്രീ ആയിട്ട് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് അവരോട് സ്പൈഡർമാൻ ആണ്. അവനൊന്ന് സ്പൈഡർമാൻ ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു ചെലന്തിനെയും വരച്ചു കൊടുത്തു. ഒരു സൈഡിൽ ചെലന്തിൻ്റെ വല പോലെ വരച്ചു കൊടുത്തു. എന്തായാലും അവൻ ഹാപ്പി, ഫ്രീ ആയതുകൊണ്ട് നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സമയം പോക്കണമല്ലോ. 7 മണി വരെ സമയമുണ്ടല്ലോ. എന്താ ഗിഫ്റ്റ് കിട്ടിയേ? ഗിഫ്റ്റ് എന്താ നോക്കട്ടെ, തുറക്ക്. അൺബോക്സിംഗ് സ്റ്റിക്കർ, പിന്നൊരു ഇങ്ങനത്തെ ചിപ്സ്, പിന്നൊരു മുട്ടായി, പിന്നെ സവർ ക്യാൻഡി, പിന്നൊരു ഹാപ്പി. സംഭവം ഇനാഗുറേഷൻ 7 മണിയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 7:30 ആയിട്ടോ. കാരണം ഇവർ ഓർഗനൈസ് ചെയ്തത് അത്ര അങ്ങോട്ട് ഉഷാറായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഞങ്ങൾ ഓടിക്കയറി എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്നാണ് ആദ്യം നോക്കിയത്. അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫുഡിൻ്റെ. കാരണം ആൾക്കാർ ഓൾറെഡി സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബൊഫേ ആണല്ലോ. അപ്പം അത്യാവശ്യം നല്ല റൈസിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ മന്തി, ചിക്കൻ മന്തി, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ പത്തിരി, ചപ്പാത്തി, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ സമൂസ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഷവർമ. ഈ ഇരിപ്പൊക്കെ കണ്ട ഡെസേർട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം വലിച്ചു വാരി തിന്ന് ബോധം പോയിട്ടുള്ള ഇരിക്കലാണ്. ഞങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അതന്നെയായിരുന്നു അവസ്ഥ. ഗുലാബ് ജാമുണ്, അത് ഇത് കുറേ ഡെസേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിച്ച് മത്തായികളായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏതായാലും എടുത്ത ടിക്കറ്റ് മുതലാക്കി മാക്സിമം സാധനങ്ങളെല്ലാം ട്രൈ ചെയ്ത് കഴിച്ച് മത്തായിട്ട് ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് ഞങ്ങളുടെ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു 8:30-9 മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്.